Boche Gold and Diamonds. Buy now, pay later. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് നടത്തിയ വിമർശനം നിലനിൽക്കെ പിൻവാതിൽ നിയമനം നേടിയവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആരോപിച്ചു. നിയമനങ്ങളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും പിൻവാതിൽ നിയമനം നടത്തിയാൽ പ്രതിഷേധിക്കുമെന്നും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷാനവാസ് അറിയിച്ചു. കലാമണ്ഡലത്തിലെ വിഷയത്തെക്കുറിച്ച് കലാമണ്ഡലം ചാൻസലറായിട്ടുള്ള മല്ലിക സാരാഭായ് നടത്തിയ വിമർശനം അത്യന്തം ഗൗരവത്തിലുള്ളതും സർക്കാർ അതിനെ ഏറ്റവും ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഞങ്ങളൊക്കെ ഒരുപാട് തവണ ഉയർത്തിക്കാണിച്ച പിൻവാതിൽ നിയമനം, ആ പിൻവാതിൽ നിയമനം കലാമണ്ഡലത്തിന് ആവശ്യമുള്ളവരെയും ആവശ്യമില്ലാത്തവരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കാരാണ് എന്നുള്ള ഒരു ലേബൽ മാത്രം വെച്ചുകൊണ്ട് അവിടെ യോജിക്കാത്ത തസ്തികകളിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആ സ്ഥാനത്തിന് വേണ്ട യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളുകളൊക്കെയാണ് അവിടെ നിയമിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഉദാഹരണം, പാർട്ടിക്കാരെ വെക്കാം, പക്ഷേ കഴിവ് വേണം. വൈസ് ചാൻസലറും രജിസ്ട്രാറും അല്ലാതെ ഇംഗ്ലീഷിൽ മെയിൽ അയക്കാൻ അറിയുന്ന ഒരാൾ പോലുമില്ലെന്നും മല്ലിക സാരാഭായ് പറഞ്ഞിരുന്നു. കലാമണ്ഡലത്തെ അന്താരാഷ്ട്ര പെർഫോമിംഗ് ആർട്സ് കേന്ദ്രമാക്കി മാറ്റാൻ ആഗ്രഹമുണ്ട്. എന്നാൽ രാഷ്ട്രീയം മുതൽ കഴിവില്ലാത്ത ജീവനക്കാർ വരെ വളർച്ചയ്ക്ക് പ്രതിബന്ധമാകുന്നുവെന്ന് മല്ലിക സാരാഭായ് പറയുന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക ഇക്കാര്യം വ്യക്തമാക്കിയത്. അറിവുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനം പ്രവർത്തിക്കൂ എന്ന് മല്ലിക സാരാഭായ് പറഞ്ഞിരുന്നു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി ഉയർത്തിയപ്പോൾ ക്ലർക്കുമാർ ഓഫീസർമാരായെന്നും മല്ലിക സാരാഭായ് പറഞ്ഞു. ഇതെല്ലാമാണ് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. അങ്ങനെ സ്ഥിരം നിയമിച്ച് കളയാം എന്നുള്ള ഒരു രീതിയിലാണെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കലാമണ്ഡലത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകർത്താക്കൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.